നമസ്കാരം. ചിന്താ ജോറാം എന്ന യുവ CPM നേതാവിനെ പാർട്ടി തന്നെ യുവജന കമ്മീഷന്റെ തലപ്പത്തേക്ക് ഇരുത്തിയതിൽ ഒരു പ്രയോജനവും ഇല്ലായിരുന്നുവെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മാത്രം ലക്ഷങ്ങളുടെ ചിലവ് ഖജനാവിൽ നിന്നും യുവജന കമ്മീഷനിലേക്ക് പോയിട്ടുണ്ട്. അതായത് ചിന്താ ജോറോമിന് മാത്രമായിട്ട്. അവസാനം 30 ലക്ഷം രൂപ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ചിന്താ ജോറോം കോടതിയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. നല്ല വിവരമുള്ള ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഒരു വ്യക്തി എന്ന ഒരു വെപ്പാണ് ചിന്തയുടെ മട്ട്. വേറൊരു രാജ്യത്തേക്ക് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വഴിയാണ് പോകുന്നതെങ്കിൽ ആ രാജ്യത്തെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ട്രാൻസിറ്റ് വിസ വേണമെന്ന് ചിന്തയ്ക്ക് അറിയില്ലേ? ചിന്ത ഇതൊക്കെ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? സഖാവാണെന്നും പറഞ്ഞ് അവിടെയൊക്കെ ചെന്നാൽ അവർക്കൊരു ചുക്കുമില്ല കേട്ടോ. അവിടെ നിയമമാണ് വരുന്നത്. വലിയ വിവരം ഉള്ളവരാണെന്ന് കരുതുന്നവർക്ക് പറ്റുന്ന ഓരോ തെറ്റാണ്. അവിടെ ചെന്നിട്ട് CPM ആണ് കേരളത്തിൽ ഭരിക്കുന്നത്, CPM ആണ് സഖാക്കളാണെന്ന് പറഞ്ഞിട്ട് ഈ ഇൻക്ലാബ് സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചാൽ അവർ മുഖം നോക്കി ഇടിച്ച് കയറ്റി തരും. കൂടാതെ തൂക്കിയെടുത്ത് ജയിലിനകത്ത് ഇടുകയും ചെയ്യും. കൂടാതെ തുർക്കിയിലെ ഇസ്താംബൂളിൽ എത്തിയിട്ടും നഗരം സന്ദർശിക്കാനാകാത്തതിന്റെ വിഷമം പങ്കിട്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജോറം. നഗരം സന്ദർശിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ട്രാൻസിറ്റ് വിസ ഇല്ലാത്തതിനാൽ അതിന് സാധിച്ചിട്ടില്ല എന്നും വിമാനത്തിൽ നിന്ന് തന്നെ 14 മണിക്കൂർ തന്നെ ചെലവഴിക്കേണ്ടി വന്നുവെന്നും ചിന്ത പറഞ്ഞു. അതായത് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ അവിടുത്തെ എമിഗ്രേഷൻ ഒന്ന് ക്ലിയർ ആകുന്നതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. 14 മണിക്കൂർ അവിടെ പൂട്ടിയിട്ടു. ചരിത്രം തുടിക്കുന്ന ഇസ്താംബൂളിൽ വിസ ഇല്ലാത്ത ഞങ്ങളോട് പിണങ്ങിയ നഗരം മുഖം തിരിച്ച് ഇരിപ്പാണ്. ഇനി ഒരിക്കൽ വിസയും എടുത്ത് ഉറപ്പായി വരുമെന്ന് നഗരത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഞങ്ങളും എന്ന അടിക്കുറിപ്പോടെയാണ് ചിന്ത വീഡിയോ പങ്കുവയ്ക്കുന്നത്. ഹായ്, ഇസ്താംബുൾ എയർപോർട്ടിലാണ് വന്നത്. ഇസ്താംബുള് ശരിക്കും കാണേണ്ട ഒരു സ്ഥലമാണല്ലോ. എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാക്കേജും ഉണ്ട് ടർക്കിഷ് എയർലൈൻസിന്. പക്ഷേ ഞങ്ങളാരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ നിന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ്. വലിയ എയർപോർട്ടാണ്. ട്രാൻസിറ്റ് വിസ എടുക്കാൻ പറ്റാഞ്ഞത് ഒരു നഷ്ടമാണെന്ന് ഇപ്പോൾ ഈ 14 മണിക്കൂർ ലേ ഓവറിൽ തോന്നുവാണ്. കാരണം കൊച്ചിലേ മുതൽ നമ്മൾ കേൾക്കുന്നതല്ലേ, ഹിസ്റ്ററിക്കൊക്കെ പഠിക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ, സിറ്റി ഓഫ് 7 ഹിൽസ്, അങ്ങനെയൊക്കെ ഉള്ളൊരു നഗരം പോയി കാണേണ്ടതാണ്. ഹാഗിയ സോഫിയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എയർപോർട്ടിൽ നിൽക്കാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ഈ വിസ അപ്ലൈ ചെയ്യണമെങ്കിലും UK, US, ഷെങ്കൻ വിസ ഹോൾഡേഴ്സിനൊക്കെയാണ് ഈ വിസ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് എംബസി വഴി നേരത്തെ വിസ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പം മറ്റൊരവസരത്തിൽ ഇസ്താംബുളിൽ പോകാൻ ഇറങ്ങി നാട് കാണാനൊക്കെ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര സ്പെഷ്യലാണല്ലോ. ടർക്കിഷ് ഫുഡ് എപ്പോഴും പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ടർക്കിഷ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കൊല്ലത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടടുത്ത് ഇസ്താംബുൾ ഗ്രിൽസും ഷവർമയൊക്കെ കിട്ടുന്ന, റോൾസൊക്കെ കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒക്കെ തന്നെയാണോ എന്ന് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കണം. അതേ ഇപ്പോൾ എയർപോർട്ടിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഡെലിഗേഷനിലൊപ്പമുള്ള ഒരു ഡോക്ടർ അനിൽകുമാറുണ്ട്. ബാംഗ്ലൂരിൽ സർജനാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ കൊളാപ്സ്ഡ് ആയ ഒരു പാസഞ്ചറിനെ ട്രീറ്റ് ചെയ്യുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. 14 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഹവാനയിലേക്ക് പോകുന്നത്. ചിന്തയുടെ വാക്കുകൾ നോക്കാം. അത് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ഇസ്താംബൂൾ എയർപോർട്ടിൽ ആണ് വന്നത്. ഇസ്താംബൂൾ കാണേണ്ട സ്ഥലമാണ്. എയർപോർട്ടിന് പുറത്തിറങ്ങി സിറ്റി ടൂർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ടർക്കിഷ് എയർലൈൻസിന് അങ്ങനെ ഒരു പാക്കേജും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആരും ട്രാൻസിറ്റ് വിസ എടുത്തിട്ടില്ല. അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ചുറ്റി കാണുകയാണ്. അതായത് എയർപോർട്ടിൽ നിന്ന് ചിന്ത 14 മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ നമ്മൾ പമ്പരം കറങ്ങുന്ന രീതിയിൽ അതിനെ ചിന്ത കൊണ്ടറിയാവും. വലിയ ട്രാൻസ്പോർട്ടാണ്. അതുപോലെ ട്രാൻസിറ്റ് വിസ എടുക്കാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടമാണെന്നും ഈ 14 മണിക്കൂർ തോന്നുന്നുണ്ട്. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് UK, US വിസ ഹോളിഡേയ്സ് ആണ്. അങ്ങനെ നമ്മൾ നാട്ടിൽ വരുമ്പോൾ പ്രത്യേക എംബസി വഴി വിസയ്ക്ക് അപേക്ഷിക്കണമായിരുന്നു. മറ്റൊരു അവസരത്തിൽ നാട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെയാണ് ചിന്ത ഫേസ്ബുക്കിൽ ചുമന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് AKG പവർ എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കാണുമായിരുന്നു, ചിലപ്പോൾ വിസ കിട്ടുമായിരിക്കും.